ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ജൂറിയിലേക്ക് സിനിമ വിളിച്ചാൽ അല്ലെങ്കിൽ ഒരു മത്സരത്തിന് വിളിച്ചാൽ മത്സരത്തിന്റെ തിയറി എന്താണ്? മുകേഷ് നേരത്തെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആയിരുന്നപ്പോൾ മുകേഷ് പറഞ്ഞൊരു വാദമുണ്ട്. അതായത് നമുക്ക് ലോകത്ത് ഒരുപാട് മിടുക്കന്മാർ കാണും, ഒരുപാട് വലിയ വലിയ ആളുകൾ കാണും, കലാകാരന്മാർ കാണും. പക്ഷെ അവരെ ഇല്ലതാ അവാർഡുണ്ട് എന്ന് പറഞ്ഞാൽ അവരെ വീട്ടിൽ പോയി വിളിക്കാൻ പറ്റത്തില്ല. അപ്പം മത്സരിക്കണം, ഒന്നിൽ അവർ നേരിട്ട് മത്സരിക്കണം, അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്ത് വരണം. അപ്പം മത്സരത്തിൽ വരുന്നതിൽ നിന്ന് ഏറ്റവും നല്ലത് അങ്ങനെയല്ലേ തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. അപ്പം ഞാനൊക്കെ ഒരുപാട് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ മത്സരിക്കുന്നവരിൽ ഏറ്റവും മെച്ചപ്പെട്ടതാര് അങ്ങനെയല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അതിനേക്കാൾ മെച്ചപ്പെട്ടൊരു പുറത്ത് കാണും. അപ്പോൾ അല്ലാതെ മത്സരിക്കുന്നവരിൽ ഏറ്റവും നല്ലതെന്നുള്ളതാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ അവാർഡൊക്കെ കൊടുക്കുമ്പോൾ കൊടുക്കേണ്ടതാണ് തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ അവർ വളർന്നു വരുന്ന തലമുറയാണ്. അതിപ്പോൾ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അവാർഡ് നിലവാരം വന്നില്ല സിനിമയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കുന്നില്ലെന്നൊരു ഒരു കാര്യമില്ല. ഒരു അവാർഡ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ അവർ വളർന്നു വരുന്ന ടാലൻസിലുള്ള വരുന്നവർ എന്തിനാണ് അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്നത്? അപ്പോൾ കുട്ടികളുടെ ചലച്ചിത്രത്തിലും ഒരു വല്ലാത്ത വികാരമാണ് എടുത്തത് ഈ ജൂറി വളരെ ഭയങ്കര ഡെമോക്രാറ്റിക്കാന്ന് പറയുകയും ഇത്തരം കാര്യങ്ങളിൽ വളരെ താഴെ പോവുകയും ചെയ്തു. ഇനി മറ്റൊരു കാര്യമുള്ളത് മമ്മൂട്ടിയോടുള്ള ഒരു അഭ്യർത്ഥനയാണ്. മമ്മൂട്ടി മെഗാസ്റ്റാറാണ്, സൂപ്പർ സ്റ്റാറാണ്, ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ രോഗം കഴിഞ്ഞ് ചെറിയ ചികിത്സയെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട്, ഇനിയും അഭിനയിക്കും. മമ്മൂട്ടി മോഹൻലാലും ഒക്കെ കേരളത്തിന്റെ രോമാഞ്ചമാണ്, എല്ലാമാണ്. പക്ഷേ മമ്മൂക്കായോട് വളരെ സ്നേഹത്തോടെ പറയാനുള്ളത്, ഇനി അങ്ങ് കേരള സംസ്ഥാനത്തിന്റെ അവാർഡുകൾ വാങ്ങരുത്. താങ്കൾ തലേ ദിവസം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രിയോടൊപ്പം പരിപാടി പങ്കെടുക്കുന്നു, താങ്കൾ കൈരളിയുടെ ചെയർമാനാണ്. അതുകൊണ്ട് അതുപോലത്തെ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് അവാർഡ് വാങ്ങരുത്. ഒന്ന്, ഇനി ഐക്യജനാധിപത്യ മുന്നണിയിൽ നിന്നും താങ്കൾ കേരളത്തിൽ നിന്ന് അവാർഡ് വാങ്ങരുത്. യേശുദാസ് പറഞ്ഞതുപോലെ ഇനി ചെറുപ്പക്കാർക്ക് കൊടുക്കൂ.